ഈ അടുത്ത ദിവസങ്ങളിൽ കേൾക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ തമ്മിലുള്ള ഒരു ഡ്യുവറ്റാണ് ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ. അത് പരസ്പരമുള്ള ആക്ഷേപങ്ങളായി, ആരോപണങ്ങളായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സതീശൻ നേമത്ത് വന്ന് മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്ന തരത്തിൽ വി ശിവൻകുട്ടി അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വരെ എത്തിച്ചേർന്നു. ഈ വെല്ലുവിളിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വരെ എത്തിച്ചേരുമ്പോൾ അതിൽ എനിക്കൊരഭിപ്രായമുള്ളത്, ഈ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതി കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വാർത്തകൾ എഴുതി കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഭാഷയും ശൈലിയുമൊക്കെ വളരെ ശ്രദ്ധാപൂർവം രൂപപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമുള്ള ആളാണ്. യഥാർത്ഥത്തിൽ ശിവൻകുട്ടി സാറും പ്രതിപക്ഷ നേതാവും ഈ ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറേണ്ടത് ആവശ്യമാണ്. ശിവൻകുട്ടി മത്സരിക്കുന്ന നിയമം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിശാസൂചിക നൽകുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഈ വിവിധ ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് കൃത്യമായി രാഷ്ട്രീയ അതീതമായി ചില സംഗതികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടേണ്ടത് അനിവാര്യമായ ഒരു സ്ഥിതിവിശേഷവുമാണ്. നിങ്ങൾ രണ്ടുപേരും ഉയർത്തുന്ന പൊളിറ്റിക്സിൽ സത്യസന്ധതയുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗക്കാർ, വളരെ ആശങ്കയോടെ നോക്കിക്കാണാറുണ്ട് ഓരോ ഇലക്ഷനിലും തങ്ങളെ ആക്രമിക്കാനെത്തുന്നവർ, തങ്ങളെ വേട്ടയാടാനെത്തുന്നവർ എങ്ങനെയായിരിക്കും ഇവിടെ അധികാരത്തിൽ വരുമോ എന്ന്. ചിലരെങ്കിലും വിചാരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. മതമല്ല പ്രശ്നം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സംഗതി മതമാണ് തന്നെ പ്രശ്നമെന്നുള്ളത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നത്തെ ദിവസം തന്നെ ഒരു വാർത്ത കണ്ടു. ഷക്കൈന ടി വിയിൽ ഏതോ ഛത്തീസ്ഗഡിലോ ഉത്തരാഖണ്ഡിലോ മറ്റോ പള്ളിയും പൊളിച്ചു, പ്രാർത്ഥനയും തടസ്സപ്പെടുത്തി, പാസ്റ്റർമാരെയും ആക്രമിച്ച വാർത്തയാണ് അവിടെയുള്ളത്. തലേദിവസം ഒരു വാർത്ത കണ്ടത് കാശ്മീരി ബാലനെ ഷോൾ വിറ്റതിന് ആക്രമിച്ചതാണ്. ഇതെല്ലാം ചെയ്യുന്നത് മതം തന്നെയാണ് പ്രശ്നം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. അതേ ഭാഷ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ, പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും. മതം തന്നെ ഉന്നം വെച്ചാണ്. അത് പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ തോന്നുന്നെങ്കിലും അവിടെ അതെല്ലാം ഉണ്ട്. ബാലൻ സഖാവ് പറഞ്ഞതും പിന്നെ സാക്ഷാൽ നമ്മുടെ സജി ചെറിയാൻ സാറ് പറഞ്ഞ് പിൻവലിച്ചതും എല്ലാം അതിൻ്റെ പരിപ്രേക്ഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ നേമത്ത് ശിവൻകുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് വിജയിക്കണമെന്ന ചിന്ത, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം പൊതുസമൂഹത്തിന് ആകെയുള്ളതാണ്. അതിനാവശ്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്തുന്നതിന് പകരം വെറുതെ ഉപയോഗമില്ലാത്ത ഗോഗ്വാ വിളികളിൽ പോസ്റ്റ് എഴുതിയും പ്രസംഗിച്ചും ആവേശം കൊണ്ടും ഒന്നും കാണിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. നിങ്ങളെയൊക്കെ എല്ലാവരെയും പൊതുസമൂഹത്തിന് അറിയാം. നിങ്ങളുടെയൊക്കെ ശാരീരിക, മാനസിക, വ്യക്തിപരമായ സ്ഥിതികളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അതിനപ്പുറത്ത് എന്ത് പ്രകടനങ്ങൾ കൊണ്ടും അതിനെയൊന്നും മറച്ചു വെക്കുന്നതുകൊണ്ട് കാര്യമില്ല. പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു, പാലക്കാട് ഇ ശ്രീധരനുമായി ഫൈറ്റ് ചെയ്ത് ഷാഫി പറമ്പിൽ ജയിച്ചു വന്നപ്പോൾ ഇടത് പ്രൊഫൈലുകളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റ് കാണുന്നു എന്ന് ഏതോ ഒരു വാർത്താമാധ്യമ അവതാരിക പറഞ്ഞത്, വാർത്താമാധ്യമ പ്രവർത്തക പങ്കുവച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. അത്തരത്തിൽ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്ന നേമത്ത് വെറുതെ ആവശ്യമില്ലാത്തൊരു ഗോഗ്വാവിളിയിൽ കടുത്ത രാഷ്ട്രീയ ബോധ്യങ്ങളുടെ ഇരുപക്ഷത്ത് നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുമ്പോൾ അനുയായികൾ വാശിയോടെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങി ഈ പറഞ്ഞ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാൽ പകരം ജയിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പുതിയ സമവാക്യമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ മിതത്വം പാലിക്കുക, വിവേകം കാണിക്കുക, വൈകാരികമാകാതിരിക്കുക എന്നത് ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ട കാര്യമാണ്.